9ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ 2ാം യൂണിറ്റിലെ 2ാം പാഠഭാഗമായ സോങ് ഓഫ് എ ഡ്രീം എന്ന കവിതയുടെ ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ സോങ് ഓഫ് എ ഡ്രീം എന്ന കവിതയെക്കുറിച്ചും പാഠഭാഗത്തിൽ വരുന്ന മുഴുവൻ ആക്ടിവിറ്റികളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. Song of a Dream is a beautiful lyric written in a philosophical mood about a dream in which the poet attains perfect peace and serenity. The poet is speaking about her dreamland in this poem. സരോജിനി നായിഡു തികഞ്ഞ സമാധാനവും ശാന്തതയും കൈവരിക്കുന്ന ഒരു ദാർശനിക മാനസികാവസ്ഥയിൽ എഴുതിയ മനോഹരമായ ഗാനമാണ് സോങ് ഓഫ് എ ഡ്രീം. ഈ കവിതയിൽ കവി തന്റെ സ്വപ്നഭൂമിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തിന്മയില്ലാത്ത ഒരു പറുദീസയിൽ നിലനിൽക്കാനുള്ള സ്വാഭാവികമായ മനുഷ്യന്റെ ആഗ്രഹത്തെയാണ് ഈ കവിത പ്രതിഫലിപ്പിക്കുന്നത്. ഇനി നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ച് കൂടുതൽ അറിയാം. സരോജിനി നായിഡു 13th February 1879, 2nd March 1949, also known as the Nightingale of India, was an activist of freedom movement in India. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകയും ആയിരുന്നു. Her major contributions in the field of poetry were beautiful poems that could also be sang. കവിതാ രംഗത്ത് സരോജിനി നായിഡുവിന്റെ പ്രധാനപ്പെട്ട സംഭാവനകളായിരുന്നു ആലപിക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള കവിതകൾ. അതായത് സരോജിനി നായിഡുവിന്റെ കവിതകളൊക്കെ നന്നായിട്ട് പാടാൻ കഴിയുന്നതായിരുന്നു. Her famous works include The Golden Threshold, The Bird of Time, The Broken Wing and The Sceptered Flute. അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികളിൽ ഉൾക്കൊള്ളുന്നു The Golden Threshold, The Bird of Time, The Broken Wing and The Sceptered Flute. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. Once in the dream of a night I stood, lone in the light of a magical wood. Soul deep in visions that poppy-like sprang, and spirits of truth were the birds that sang, and spirits of love were the stars that glowed, and spirits of peace were the streams that flowed, in that magical wood in the land of sleep. Once, ഒരിക്കൽ, in the dream of a night I stood. ഒരു രാത്രിയുടെ സ്വപ്നത്തിൽ ഞാൻ നിന്നു. ഒരിക്കൽ ഒരു രാത്രിയുടെ സ്വപ്നത്തിൽ ഞാൻ നിന്നു. ലോൺ, ലോൺ മീൻസ് എലോൺ, ഏകാന്തനായി. ഇൻ ദ ലൈറ്റ് ഓഫ് എ മാജിക്കൽ വുഡ്, ഒരു മാന്ത്രിക വനത്തിന്റെ വെളിച്ചത്തിൽ ഏകാന്തനായി ഒരു രാത്രിയുടെ സ്വപ്നത്തിൽ ഞാൻ നിന്നു. സ്റ്റുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നു. സോൾ ഡീപ്പ് ഇൻ വിഷൻസ്, ആത്മാവ് നിറയെ കാഴ്ചകളായിരുന്നു. സോൾ ഡീപ്പ്, ആത്മാവിന്റെ ആഴത്തിൽ, ആത്മാവിൽ നിറയെ ഇൻ വിഷൻസ്, കാഴ്ചകളായിരുന്നു. ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്, പോപ്പി ചെടികൾ തുള്ളിച്ചാടുന്നത് പോലെ. പോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഫ്ലവറിനാണ് പോപ്പി എന്ന് പറയുന്നത്. പോപ്പി പൂക്കൾ തുള്ളിക്കളിക്കുന്നത് പോലെ. സ്പ്രാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ഓർ ജംപ് സഡൻലി ഓർ റാപ്പിഡ്ലി അപ്വാർഡ്സ് ഓർ ഫോർവാർഡ്. പോപ്പി ചെടികൾ തുള്ളിക്കളിക്കുന്നത് പോലെ ആത്മാവ് നിറയെ കാഴ്ചകളായിരുന്നു. അതായത് ആ സ്വപ്നത്തിൽ പോയിറ്റിന്റെ ആത്മാവിൽ നിറയെ കാഴ്ചകളായിരുന്നു. അതിനെ കമ്പയർ ചെയ്യുകയാണ് എന്തുപോലെ? പോപ്പി ഫ്ലവേഴ്സ് തുള്ളിച്ചാടുന്നത് പോലെ. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് വർ, സത്യത്തിന്റെ ദേവതകളായിരുന്നു. ദ ബേർഡ്സ് ദാറ്റ് സാങ്, പാട്ടുപാടുന്ന പക്ഷികളെയാണ് സത്യത്തിന്റെ ദേവതകളെ കൊണ്ട് കമ്പയർ ചെയ്യുന്നത്. അതായത് സത്യത്തിന്റെ ദേവതകളായിരുന്നു പാട്ടുപാടുന്ന പക്ഷികൾ. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ലവ് വർ, സ്നേഹത്തിന്റെ ദേവതകളായിരുന്നു. ദ സ്റ്റാർസ് ദാറ്റ് ഗ്ലോഡ്, ഗ്ലോ മീൻസ് ടു ഷൈൻ ബ്രൈറ്റ്ലി, തിളങ്ങുക. തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളായിരുന്നു സ്പിരിറ്റ്സ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ദേവതകൾ. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദേവതകളായിരുന്നു. ദ സ്ട്രീംസ് ദാറ്റ് ഫ്ലോഡ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളായിരുന്നു സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദേവതകൾ. ഇവിടെ പോയിറ്റ് കമ്പയർ ചെയ്യുകയാണ് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ് ആയിട്ടുള്ള സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനെ പാട്ടുപാടുന്ന പക്ഷികളെ കൊണ്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ദേവതയെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളോടാണ് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദേവതകളെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളെ കൊണ്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ്, ആ മാന്ത്രിക വനത്തിൽ. ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്, ആ ഉറക്കത്തിന്റെ ഭൂമികയിൽ. അതായത് ഉറക്കത്തിൽ, ആ മാന്ത്രിക വനത്തിൽ. അപ്പോ പോയിറ്റ് ഇവിടെ സ്വപ്നത്തിൽ ആത്മാവിൽ നിറയെ
കാഴ്ചകളാണ് കാണുന്നത്. ആ കാഴ്ചകളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. Lone in the light of that magical grove, I felt the stars of the spirits of love gather and gleam round my delicate youth, and I hear the song of the spirits of truth. To quench my longing, I bent me low by the streams of the spirits of peace that flow in that magical wood in the land of sleep. Lone in the light of that magical grove. Lone, ഏകാന്തയായി, in the light of that magical grove. ആ മാന്ത്രിക വനത്തിന്റെ വെളിച്ചത്തിൽ ഏകാന്തയായി, I felt the stars of the spirit of love. സ്നേഹത്തിന്റെ ദേവതകളായിട്ടുള്ള നക്ഷത്രങ്ങളെ എനിക്ക് അനുഭവപ്പെട്ടു. I felt, എനിക്ക് അനുഭവപ്പെട്ടു, the stars of spirit of love. സ്നേഹത്തിന്റെ ദേവതകളായിട്ടുള്ള നക്ഷത്രങ്ങളെ. Gather and gleam round my delicate youth. എന്റെ ലോലമായ യുവത്വത്തിനു ചുറ്റും ഒരുമിച്ച് കൂടുകയും തിളങ്ങുകയും ചെയ്യുന്ന സ്നേഹത്തിന്റെ ദേവതമാരായിട്ടുള്ള നക്ഷത്രങ്ങളെ എനിക്ക് അനുഭവപ്പെട്ടു. അതായത് ഇവിടെ പോയിറ്റ് ഡെലിക്കേറ്റ് യൂത്ത് എന്നാണ് പറയുന്നത്. 1905 സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന ഈ പോയം റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ യുവത്വത്തിന് ചുറ്റും ഒരുമിച്ച് കൂടുകയും തിളങ്ങുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളെ അവർ കണ്ടു. ഇവിടെ സ്റ്റാർസിനോടായിരുന്നു സ്പിരിറ്റ്സ് ഓഫ് ലവിനെ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് ഐ ഹിയർഡ്, ഞാൻ കേട്ടു, ദ സോങ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ദേവതകളുടെ പാട്ട് ഞാൻ കേട്ടു. ഇവിടെ സോങ് എന്ന് പറയുന്നത് സോങ് ഓഫ് ദ ബേർഡ്സ്. നേരത്തെ സ്പിരിറ്റ് ഓഫ് ട്രൂത്തിനെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോങ് ഓഫ് ബേർഡ്സിനോടായിരുന്നു. സോ ആ സത്യത്തിന്റെ ദേവതകളുടെ പാട്ട് ഞാൻ കേട്ടു, വിച്ച് മീൻസ് ഐ ഹിയർഡ് ദ സോങ് ഓഫ് ദ ബേർഡ്സ്. ടു quench my longings, I bent me low. എന്റെ ആഗ്രഹങ്ങളെ, ലോങ്ങിങ്സ് മീൻസ് വിഷസ്, എന്റെ ആഗ്രഹങ്ങളെ ക്ഷമിപ്പിക്കാൻ ഐ ബെന്റ് മീ ലോ, ഞാൻ സ്വയം കുനിഞ്ഞു. ബെന്റ് മീ ലോ മീൻസ് ഐ ബെന്റ് മൈസെൽഫ്, ഞാൻ സ്വയം കുനിഞ്ഞു. ബൈ ദ സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ്സ് ഓഫ് പീസ് ദാറ്റ് ഫ്ലോ, അതിലൂടെ ഒഴുകുന്ന സമാധാനത്തിന്റെ ദേവതകളായിട്ടുള്ള സ്ട്രീംസ്, അരുവിയിലേക്ക് ഞാൻ കുനിഞ്ഞു. ഇവിടെ പോയിട്ട് തന്റെ ആഗ്രഹങ്ങളെ ക്ഷമിപ്പിക്കാൻ എന്ന് പറയുന്നത്, പോയിട്ട് ഈ പോയം എഴുതുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷ് റൂളിന്റെ കീഴിലായിരുന്നു. മാത്രവുമല്ല പോയിട്ട് ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അവര് അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അവരുടെ മദർലാൻഡിന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ടു quench my longings, അവരുടെ ആഗ്രഹങ്ങളെ ക്ഷമിപ്പിക്കുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സമാധാനം കൈവരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുക, അല്ലെങ്കിൽ അവരുടെ മദർലാൻഡിന് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള ഒരു ആശയം കൂടിയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. സോ ടു quench my longings, I bent me low, എന്റെ ആഗ്രഹങ്ങളെ ക്ഷമിപ്പിക്കാൻ ഞാൻ കുനിഞ്ഞു. ബൈ ദ സ്ട്രീംസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് പീസ് ദാറ്റ് ഫ്ലോ, അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമാധാനത്തിന്റെ ദേവതകളായിട്ടുള്ള അരുവികളിലേക്ക് ഞാൻ കുനിഞ്ഞു. ദാഹം ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമാധാനത്തിന്റെ സ്പിരിറ്റ് ആയിട്ടുള്ള സ്ട്രീമിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞു. ഇൻ ദാറ്റ് മാജിക്കൽ വുഡ് ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്, ആ മാന്ത്രിക വനത്തിൽ, ഇൻ ദ ലാൻഡ് ഓഫ് സ്ലീപ്പ്, ആ ഉറക്കത്തിന്റെ ഭൂമികയിൽ. ഉറക്കത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത് ആ രാത്രിയിൽ, ഉറക്കത്തിൽ, ആ മാജിക്കൽ ഗ്രോവിൽ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസുകളിലേക്ക് വരാം. ആദ്യം തന്നെ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലെറ്റ്സ് റിവിസിറ്റ് ആൻഡ് എൻജോയ് ദ പോയം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത്, പീസ് ആൻഡ് ലവ് കമ്പയർഡ് ടു? എന്തിനോടാണ് സ്നേഹത്തിന്റെ ദേവതയെയും സമാധാനത്തിന്റെ ദേവതയെയും സത്യത്തിന്റെ ദേവതയെയും താരതമ്യം ചെയ്യുന്നത്? The spirits of truth compared to birds, love to stars and peace to streams. സമാധാനത്തിന്റെ ദേവതകളെ അരുവികളോടും സ്നേഹത്തിന്റെ ദേവതകളെ നക്ഷത്രങ്ങളോടും സത്യത്തിന്റെ ദേവതകളെ ബേർഡ്സ് പക്ഷികളോടുമാണ് കമ്പയർ ചെയ്യുന്നത്. Why are the spirits of truth compared to birds that sing? പാട്ട് പാടുന്ന പക്ഷികളോട് എന്തിനാണ് സത്യത്തിന്റെ ദേവതകളെ കമ്പയർ ചെയ്യുന്നത്? The spirits of truth compared to birds that sing. പാട്ട് പാടുന്ന പക്ഷികളോട് സത്യത്തിന്റെ ദേവതകളെ കമ്പയർ ചെയ്യാൻ കാരണം, because they proclaim themselves like birds that sing and spread their message wherever they go. അവർ പോകുന്നിടത്തെല്ലാം പാടുകയും അവരുടെ സന്ദേശങ്ങൾ പരത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷികളെ സത്യത്തിന്റെ ദേവതകളോട് കമ്പയർ ചെയ്യുന്നത്. What does the poet compare the soulful vision to? Comment. ആത്മാവ് നിറയെ കാഴ്ചകൾ എന്നുള്ളത് പോയറ്റ് എന്തിനോടാണ്
കമ്പയർ ചെയ്യുന്നത്, എന്തിനോടാണ് താരതമ്യം ചെയ്യുന്നത്? ദ പോയിറ്റ് കമ്പയർ സോൾഫുൾ വിഷൻസ് ടു പോപ്പീസ്. ആത്മാവ് നിറയെ കാഴ്ചകൾ എന്നുള്ളതിനെ പോയിറ്റ് താരതമ്യപ്പെടുത്തുന്നത് പോപ്പീസ് ഫ്ലവേഴ്സിനോടാണ്. ദേ ഇൻടോക്സിക്കേറ്റ് ലൈക്ക് പോപ്പീസ്. ഈ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ പോപ്പീസിനെ പോലെ മോഹിപ്പിക്കുന്നവയാണ്. ഇൻടോക്സിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തു പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന എന്നാണ് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമിലി. ഇത് സിമിലിക്ക് ഒരു എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെ സോൾഫുൾ വിഷൻ എന്നുള്ളതിനെ പോപ്പീസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ലൈക്ക് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നത്. വാട്ട് ഡു ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഡു? എന്താണ് സ്നേഹത്തിന്റെ ദേവതകൾ ചെയ്യുന്നത്? The spirits of love gather and gleam round the poet's delicate youth. പോയിറ്റിന്റെ ലോലമായ യുവത്വത്തിനു ചുറ്റും ഒരുമിച്ച് കൂടുകയും തിളങ്ങി നിൽക്കുകയാണ് സ്പിരിറ്റ്സ് ഓഫ് ലവ് ചെയ്യുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയിറ്റ് quench her longing? എങ്ങനെയാണ് പോയിറ്റ് തന്റെ ആഗ്രഹങ്ങളെ ശമിപ്പിക്കുന്നത്? The poet quenches her longing by bending low by the stream of spirits of peace. സമാധാനത്തിന്റെ ദേവതകളായിട്ടുള്ള അരുവിയിലേക്ക് കുനിഞ്ഞുകൊണ്ട് വെള്ളമെടുത്തുകൊണ്ടാണ് അവരുടെ ആഗ്രഹങ്ങളെ ശമിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദ മാജിക്കൽ വുഡ് റെഫർ ടു ഹിയർ? എന്തിനോടാണ് മാന്ത്രിക വനത്തെ ഇവിടെ പരാമർശിക്കുന്നത്? ദ മാജിക്കൽ വുഡ് ഈസ് ആൻ ഐഡിയലിക്കൽ പ്ലേസ് മാർക്ക്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് എനി ഈവിൽ ഓർ വൈസ്. മാന്ത്രിക വനം തിന്മയുടെയോ വിദ്വേഷത്തിന്റെയോ അഭാവത്താൽ അടയാളപ്പെടുത്തിയ ഒരു മനോഹരമായ സ്ഥലമാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആക്ടിവിറ്റി നമ്പർ 1 പോവാം. Read the poem again and pick out nouns and verbs and write them in the circles. Add a word, words to describe each. തന്നിരിക്കുന്ന പോയം ഒരിക്കൽ കൂടി വായിച്ചതിന് ശേഷം അതിൽ നിന്നും നൗൺസുകളും വേർബ്സുകളും എടുത്തുകൊണ്ട് തന്നിരിക്കുന്ന സർക്കിളിൽ എഴുതുക. എന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കുക. ഇവിടെ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകളെ നമ്മൾ പറയുന്നതാണ് ആഡ്ജക്റ്റീവ്സ് എന്ന്. വേർബ്സിനെ ഡിസ്ക്രൈബിംഗ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്വേർബ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഭാഗത്തിൽ ആദ്യത്തെ 6 സർക്കിളുകളിലും നൗൺസിനെയാണ് നമ്മൾ എടുത്തെഴുതിയിട്ടുള്ളത്. പോയത്തിൽ നിന്നും നൗൺസ് ആണ് നമ്മൾ എടുത്തെഴുതിയിട്ടുള്ളത്. ഇവിടെ ക്ലിയർ സ്ട്രീം, ക്ലിയർ എന്ന് പറയുന്നത് സ്ട്രീം എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. അതുകൊണ്ട് തന്നെ ക്ലിയർ എന്നുള്ളത് ആഡ്ജക്റ്റീവ് ആണ്. ക്ലിയർ സ്ട്രീം. ബ്യൂട്ടിഫുൾ ഡ്രീം, മനോഹരമായിട്ടുള്ള സ്വപ്നം. ഇവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ആഡ്ജക്റ്റീവ് ആണ്, ഡ്രീം എന്നുള്ളത് നൗൺ ആണ്. ഡാർക്ക് നൈറ്റ്, ഇരുണ്ട രാത്രി. ഗുഡ് സ്പിരിറ്റ്, നല്ല ആത്മാവ്. മാജിക്കൽ വുഡ്, മാന്ത്രിക വനം. സാക്രഡ് ഗ്രോവ്, പവിത്രമായ വനം. ഗ്ലീം ബ്രൈറ്റ്ലി, ഇവിടെ അവസാനത്തെ 3 സർക്കിളിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വേർബ്സ് ആണ്. ഗ്ലീം എന്നുള്ളത് വേർബ് ആണ്. ബ്രൈറ്റ്ലി എന്ന് പറയുന്നത് ഈ വേർബിനെ ഡിസ്ക്രൈബിംഗ് ചെയ്യുന്ന വേർഡാണ്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്ലി എന്നുള്ളത് അഡ്വേർബ് ആണ്. ഗ്ലീം ബ്രൈറ്റ്ലി, ശോഭയോടുകൂടെ തിളങ്ങുക. ഗാദർ റൗണ്ട്, ചുറ്റിനും ഒരുമിച്ച് കൂടുക. ഫ്ലോ പീസ്ഫുള്ളി, ശാന്തമായി ഒഴുകുക. പീസ്ഫുള്ളി എന്നുള്ളത് ഫ്ലോ എന്ന് പറയുന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. അതുകൊണ്ട് തന്നെ പീസ്ഫുള്ളി എന്നുള്ളത് അഡ്വേർബ് ആണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. പിക്ക് ഔട്ട് ദ ഇമേജസ് ഓഫ് സൈറ്റ്, വിഷ്വൽ ഫ്രം ദ പോയം. സോങ് ഓഫ് എ ഡ്രീം എന്ന് പറയുന്ന പോയത്തിൽ നിന്നും വിഷ്വൽ ഇമേജസ് എടുത്തെഴുതാനാണ് ആക്ടിവിറ്റി നമ്പർ 3 പറയുന്നത്. ഈ പോയത്തിൽ കുറേയധികം വിഷ്വൽ ഇമേജസ് വന്നിട്ടുണ്ട്. അതിൽ നിന്നും തെരഞ്ഞെടുത്ത 4 വിഷ്വൽ ഇമേജസ് ആണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, എ ഫൈൻ ഫോറസ്റ്റ്. ഈ പോയത്തിൽ ഒന്നിലധികം തവണ മാജിക്കൽ വുഡ്, അതായത് മാന്ത്രിക വനം, എ ഫൈൻ ഫോറസ്റ്റ് എന്നുള്ളത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ കാഴ്ചയോടാണ് ബന്ധപ്പെട്ടുള്ളത്. അത് വിഷ്വൽ ഇമേജ് ആണ്. ബേർഡ്സ് ഫ്ലൈയിങ് അബൌട്ട് സിംഗിങ്, പാട്ടുപാടി പറന്ന് നടക്കുന്ന പക്ഷികൾ. ഗ്ലോയിങ് സ്റ്റാർസ് ഇൻ ദ സ്കൈ, ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ. എ റിവർ ഫ്ലോയിങ് ത്രൂ ദ ഫോറസ്റ്റ്, ആ കാട്ടിലൂടെ ഒഴുകി നടക്കുന്ന പുഴ. സോ ഇതൊക്കെ നമ്മുടെ വിഷ്വലിനെയാണ് എന്ത് ചെയ്യുന്നത്, അപ്പീൽ ചെയ്യുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദ വിഷ്വൽ ഇമേജസ് ടേക്കൺ ഫ്രം ദ പോയം സോങ് ഓഫ് എ ഡ്രീം. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 4 പോവാം. ആക്ടിവിറ്റി നമ്പർ 4 പോയറ്റിക്കൽ ഡിവൈസസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ നൽകിയിട്ടുള്ള പോയറ്റിക്കൽ ഡിവൈസിനെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുത്തെഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, സിമിലി. സിമിലി എന്നാൽ എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് 2 അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്കോ ആസോ ഉപയോഗിച്ചുകൊണ്ട് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതിനെ, താരതമ്യം ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. നമ്മുടെ പാഠഭാഗത്തിൽ സോൾ ഡീപ് വിഷൻ ദാറ്റ് പോപ്പി ലൈക്ക് സ്പ്രാങ്,
അത് പോപ്പി ഫ്ലവറിനോട് സോൾ ഡീപ് വിഷനെ ലൈക്ക് എന്നുള്ള വേർഡ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പാഠഭാഗത്തിൽ. രണ്ടാമതായിട്ട് മെറ്റഫർ, a direct comparison between unlike things stating that one is the other or does the action of the other. രണ്ട് വസ്തുക്കളെ അല്ലെങ്കിൽ അതിന്റെ ആക്ഷനെയോ നേരിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഇവിടെ ലൈക്കോ ആസോ ഉപയോഗിക്കാതെ തന്നെ നേരിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ ആണ് ആൻഡ് സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്ത് were the birds that sang. ഇവിടെ പാട്ടുപാടുന്ന പക്ഷികളെ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിനോട് നേരിട്ട് കമ്പയർ ചെയ്തു, വിതൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. നെക്സ്റ്റ് വൺ, അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് ഇൻ ദ സെയിം ലൈൻ. പോയത്തിലെ ഒരു ലൈനിൽ ഒന്നിലധികം വേർഡ്സിന്റെ തുടക്കത്തിൽ കോൺസണന്റ് സൗണ്ട് വരുന്നതിനാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഗ്യാദർ എന്നുള്ള വേർഡിന്റെ തുടക്കത്തിൽ ഗ എന്നുള്ള സൗണ്ടും ഗ്ലീം എന്നുള്ള വേർഡിന്റെ തുടക്കത്തിൽ ഗ എന്നുള്ള സൗണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈനിൽ തന്നെ ഒന്നിലധികം വേർഡിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യുക, ഒരേപോലെയുള്ള സൗണ്ട് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിംഗ് ഹ്യൂമൻ ട്രൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ടു ആൻ ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ്. നിർജീവമായിട്ടുള്ള വസ്തുക്കൾക്ക് മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളോ ഗുണങ്ങളോ നൽകുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഐ ഹിയർഡ് ദ സോങ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യത്തിന്റെ ദേവതകളുടെ പാട്ട് ഞാൻ കേട്ടു. ഇവിടെ സോങ് ഓഫ് സ്പിരിറ്റ് ഓഫ് ട്രൂത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല, പാട്ട് പാടാൻ പറ്റത്തില്ല. അപ്പൊ മനുഷ്യന്റെ ക്വാളിറ്റി അവിടെ സ്പിരിറ്റ്സ് ഓഫ് ട്രൂത്തിന് എന്ത് ചെയ്തു, നൽകുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. Now let's go through the appreciation of the poem Song of a Dream. Song of a Dream is a beautiful lyric written by Sarojini Naidu. It illustrates the poet's longing to dwell in an idyllic place marked by the absence of any evil or vice. She expresses her desire in the form of a dream and describes the idealized place as the magical wood in the land of sleep. In her imaginative world, the abstract ideas of truth, love, and peace are clearly noticeable. In the poet's dream, truth is transformed into singing birds, love into glowing stars, and peace into flowing streams. We see that the poet perceives the abstract ideas of love, truth, and peace through her senses. The poem brings the auditory image, birds that sang, as well as the visual image, stars that glowed, and the streams of peace flowed through the land. The poet brings in strong sensual imagery throughout the poem. The use of the simile, poppy-like sprang, is quite interesting. The poet also uses metaphors, heard the song of the spirits of truth, land of sleep, to enrich the beauty of the poem. Song of the Spirits of Truth is an instance of personification. The alliterative lines "lone in the light," "gather" and "gleam," etc. bring a sense of rhythm in the poem.